ഹലോ മക്കൾസ്, ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഹിസ്റ്ററി ചോദിക്കാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്താലോ മക്കളെ. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വെക്കുക. പിന്നെ എല്ലാ ലൈവിൻ്റെയും നോട്ടിഫൈ, അപ്കമിങ് ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫൈ ഒന്ന് എന്ത് ചെയ്യുക, ഓണാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി, സാറേ ഇതൊക്കെ കൂടി ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പറ്റുമോ? മക്കൾക്കറിയാമല്ലോ, നാളെ എക്സാം ആകുമ്പോൾ തലേ ദിവസം നമുക്ക് ഫുള്ളായിട്ട് പഠിപ്പിക്കാന്നുള്ളത് കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാനം വരെ ഷെഡ്യൂളുകളോടുകൂടി, യൂണിറ്റ് ടെസ്റ്റുകളോടുകൂടി, അഡാപ്റ്റ് ക്വസ്റ്റ്യൻസിലൂടെ, നിങ്ങൾക്ക് പല നോട്ട്സുകളിലൂടെ, പിന്നെ അതുപോലെ മോഡൽ എക്സാമിലൂടെ നമ്മുടെ ബൂസ്റ്റർ ക്രാഷ് ബാച്ച് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്, അതിൻ്റെ ഫോം കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറാം, ബൂസ്റ്റർ ക്രാഷ് ബാച്ച് എന്നുള്ള ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോം ഫില്ല് ചെയ്ത് വെക്കുക. ഫോം ഫില്ല് ചെയ്ത് വെച്ചുകൊണ്ട് പൈസ പോകില്ല. നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ല, അപ്പോൾ ഫണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു ഓഫറാണ് മക്കളെ ആ ഫോം ഫില്ല് ചെയ്യുന്നവർക്ക്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് അത് അറിയിക്കുക എന്നുള്ള മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അത് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണട്ടെ. ചെയ് അത് നിങ്ങൾക്ക് ഒരു അവസരം. മറ്റേ മറന്നു പോകും. നിങ്ങൾ ഇപ്പോൾ തന്നെ കയറിക്കും. ഒരു 2 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. ക്രിസ്മസ് എക്സാമിൻ്റെ പ്രഡിക്ഷൻ ആണ് പറയുന്നത്. ഒന്ന് 7ാമത്തെ ചാപ്റ്റർ മുതൽ നോക്കി നോക്കുക. അതിൽ എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കൃഷ്ണദേവരായനെ പറ്റിയിട്ടും അമരനായക മഹാനവമി ദീപ. ഇതിലൊരു കാര്യം കൂടി നോക്കാറുണ്ട്, സാക്രഡ് സെൻറ്റർ, പുണ്യകേന്ദ്രങ്ങളില്ലേ മക്കളെ, പുണ്യകേന്ദ്രങ്ങളെ പറ്റിയിട്ട് എന്തായിരിക്കും ചിലപ്പോൾ ഇവിടെ എന്ത് ചെയ്യാറുണ്ട്, വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. സാക്രഡ് സെൻറ്റർ അല്ലെങ്കിൽ പുണ്യകേന്ദ്രങ്ങൾ, ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട ആ ഒരു ഇതിൽ. ഇനി ബാക്കി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കുതുകഷ്ട ആൻഡ് പഹികഷ്ട? എന്തായിരുന്നു? കുതുകഷ്ട ആൻഡ് പഹികഷ്ട. അതായത് കാർഷിക സമൂഹത്തിലെ 2 വിഭാഗങ്ങളാണ് മുഗൾ കാലഘട്ടത്തിലെ പഹികഷ്ടയും കുതുകഷ്ടയും. അവ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ വാട്ട് മീൻ ബൈ ജിൻസി കാമിൽ? ജിൻസി കാമിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജിൻസി കാമിൽ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ക്രോപ്സ് ആണ്, സമ്പൂർണ്ണ വിളകളെയാണ് ജിൻസി കാമിൽ എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ഈസ് ജമ? ജമന്റെ കൂടെ മക്കളെ ഹസിലും കൂടി പഠിച്ചു വെക്കണം, ജമ ആൻഡ് ഹസിൽ. ഓക്കെ, ഇനി റൈറ്റ് ദി ലിമിറ്റേഷൻസ് ഓഫ് ഐനി അക്ബരി, അത് എന്ത് ചെയ്യണം മക്കൾ നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണ് അക്ബർനാമ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അക്ബർനാമ രചിച്ചതാര്, അതിനെപ്പറ്റി എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മക്കളെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഡിസ്കസ് ദി ക്യാപിറ്റൽ സിറ്റീസ് ആൻഡ് കോർട്ട് ഓഫ് ദി മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിലെ തലസ്ഥാന നഗരങ്ങളെ പറ്റിയിട്ടും അവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു നോട്ട് തയ്യാറാക്കി. ഈ എസ്സേ ആണ് 6 to 8 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ആണ്. പിന്നെ ബാദിഷാ നാമ, ആ കാര്യങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചാപ്റ്റർ പെർമനന്റ് സെറ്റിൽമെന്റ്, റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ്, അത് എന്ത് ചെയ്യണം മക്കൾ കൃത്യമായിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് നമ്മളിതാ ഒഫീഷ്യൽ റെക്കോർഡ് ടെൽ അബൌട്ട് ദി ഫിയേഴ്സ് ആൻഡ് അനക്സിറ്റീസ് ഓഫ് ഒഫീഷ്യൽ ആൻഡ് ദെയർ പെർസ്പെക്ഷൻ ഓഫ് റിബൽസ്. അതായത് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതന്നെ റിബൽസിന്റെ കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള എന്താ പറയുന്നത്, മേജർ റീസൺസ്. എന്തൊക്കെയാണ് മേജർ റീസൺസ്? 1857 റിവോൾട്ടിന്റെ മേജർ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് കൂടി എന്ത് ചെയ്യണം മക്കൾ നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ രാജ്മൽ കുന്നുകളിലുള്ള പഹാരികളുടെയും സാന്താളുകളുടെയും ജീവിതം, അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പഹാരികളെയും സാന്താളുകളുടെയും ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവരുടെ എന്തുകൊണ്ടാണ് റിവോൾട്ടിലേക്ക് വന്നത്, ആ കാര്യങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ 1857 റിവോൾട്ട് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മീററ്റിലായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് എവിടുന്നാണ്? മീററ്റിലായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവധി എന്നുള്ള സ്ഥലത്താണ്. എന്തുകൊണ്ടാണ് അവധിയിൽ ഇത്രത്തോളം ഈ 1ാം സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ ഭയങ്കര ഇതാവാനുള്ള കാരണങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ ഇമേജസ് എന്തൊക്കെയാണ്? വെസ്റ്റേണറി, റിലീഫ് ഓഫ് ലക്നൗ, ഇൻ മെമ്മോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മിസ് വീലറിന്റെ പെയിന്റിങ്സ് ഒക്കെ, അത് എന്ത് ചെയ്യണം മക്കൾ നോക്കിയേക്കണം. ഇനി ലാസ്റ്റ് ചാപ്റ്ററിലേക്ക്, അതായത് 12ാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ, ക്രിസ്മസ് എക്സാമിനുള്ള 12ാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ മക്കൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് ഗാന്ധിജിയുടെ ലോക്കൽ ഏലിസ്റ്റുകൾ, പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ സമരം, ആദ്യകാല സമരങ്ങളിൽ, പിന്നെ അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, സാൾട്ട് സത്യാഗ്രഹം, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കൾ നോക്കി വെക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ 5th റിപ്പോർട്ടും കൂടി ഒന്ന് നോക്കി വെക്കണേ. 5th റിപ്പോർട്ട് മാറി ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. മക്കൾ നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക, അടിപൊളിയാക്കുക, ഹാപ്പിയാക്കുക. ക്രിസ്മസ് എക്സാം നമ്മൾ തൂക്കിയെറിയും. അത് മാത്രമല്ല മക്കളെ, ലൈവിൻ്റെ അപ്കമിങ് ലൈവ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും. ആ ലൈവിൻ്റെ സെഷനിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫൈ ഒക്കെ ജസ്റ്റ് ഓൺ ആക്കുക. അപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ ആണോ മക്കളെ? സെറ്റ്. നമ്മൾ ഇപ്രാവശ്യം എക്സാം തൂക്കിയെടുക്കണം. താങ്ക് യു.